മഞ്ഞിൻ്റെ കുളിരും മഴയുടെ സൗന്ദര്യവും കാടിൻ്റെ വന്യതയും അറിഞ്ഞാസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര പോവുകയാണ്. വണ്ടി ഓടിക്കുന്ന അൻസാറും രമേശേട്ടനും സുരേഷും ഹസീബും ഹക്കീമും പിന്നെ ഞാനും. പ്രകൃതിയുടെ കളിത്തൊട്ടിലായ നീലഗിരി കുന്നുകളിലൂടെ ഒരു യാത്ര. ഹായ്, നല്ല മഴയുള്ള ദിവസം, നല്ല മൂടൽമഞ്ഞും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല നിബിഡമായ കാട്. ആ റോഡിലിങ്ങനെ നടന്നു വരികയാണ്. മണ്ണാർക്കാട് വഴി നേരെ ഞങ്ങൾ കോടനാട്ടേക്കാണ് പിടിക്കണേ. ബാക്കിൽ ഇതാ സുരേഷ് ഒക്കെ പകർത്തിയെടുക്കുകയാണ്. വളരെ മനോഹരമായ സ്ഥലം, വളരെ സൈലൻ്റായ, പ്രകൃതിയുടെ ശബ്ദം മാത്രം കേട്ടുപോകാവുന്ന അരുവികളും മറ്റുമൊക്കെ ഉള്ള മനോഹരമായ ഒരു സ്ഥലത്തൂടെയുള്ള യാത്രയാണ്. അന്ന് രാവിലെ നേരിയൊരു മഴ ഉണ്ട്, നല്ല മഞ്ഞ്, ഓടെയുള്ള നല്ല ഒരു വൈബിലാണ് ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നത്. എത്ര നടന്നാലും മതി വരാത്ത ഒരു വനപാതയാണിത്, വളരെ മനോഹരം. മണ്ണാർക്കാടൻ മലനിരകൾക്ക് മുകളിലൂടെ കോടമഞ്ഞിൻ പറ്റങ്ങൾ മേഞ്ഞു നടക്കുന്ന സുന്ദരമായ കാഴ്ചകൾ കാണാം. സൈലന്റ് വാലിയിലേക്കുള്ള മനം മയക്കുന്ന ഈ കാനനപാതയിലൂടെ നടന്നു മതിവരാത്ത ഞങ്ങളെയും തേടി അൻസാർ കാറുമായിട്ട് വരുന്നുണ്ട്. നടന്നു പോകുന്ന ഞങ്ങളെ നനയ്ക്കാനായി ഓടിപ്പാഞ്ഞെത്തിയതായിരുന്നു കാനനമഴ. ഞങ്ങൾ കാറിൽ കയറി രക്ഷപ്പെട്ടതിൻ്റെ ശുണ്ഠി തീർക്കാനാവും ആർത്തലച്ച് പെയ്യുകയാണവൾ. റോഡരികിലെ കുഞ്ഞു വെള്ളച്ചാട്ടം കണ്ട് അൻസാർ വണ്ടി നിർത്തിയിട്ടുണ്ട്. മഴ നനഞ്ഞുകൊണ്ടും കുട ചൂടിക്കൊണ്ടുമൊക്കെ പടം പിടിക്കുകയാണ് എല്ലാവരും. ഫോട്ടോ എടുക്കലും കഴിഞ്ഞ് രമേശേട്ടൻ ഓടിപ്പോന്നിട്ടും വീണ്ടും കുട തുറന്നു പിടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് ഹക്കീം. ഒരു ഗ്രൂപ്പ് ഫോട്ടോയും പിടിച്ച് വീണ്ടും കാറിലേക്ക്. ചുരത്തിലെ അടുത്ത വ്യൂ പോയിന്റിൽ അൻസാർ വീണ്ടും വണ്ടി നിർത്തി. അടിപൊളി. ചുരം കയറി വന്ന ഫ്രീക്കന്മാരുടെ പഴയ യമഹ ബൈക്ക് എടുത്ത് ഹസീബായി ഒരു റൗണ്ട് അടിക്കുകയാണ്. കോടമഞ്ഞിൻ താഴ്വരയുടെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ. പാവം ആള് ആകെ തണുത്ത് വിറച്ച് ഇത്തിരി ചൂടിനായി നമ്മുടെ ഹസീബായിയുടെ വയറിൽ പറ്റി പിടിച്ചിരിക്കുകയാണ്. മഴയെ കൂട്ടി വീണ്ടും ഞങ്ങൾ ചുരം കയറുകയാണ്. ചുരം കയറി അട്ടപ്പാടി മേഖലയിലെത്തിയപ്പോഴേക്കും മഴ പാടെ മാറി. അതിമനോഹരമായ ഒരു കണ്ണാടിപ്പുഴയും അതിനു കുറുകെയുള്ള പാലവും കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി. അഗളി പഞ്ചായത്തിലെ പാക്കുളം പാലമാണിത്. പർവ്വത ശൃംഗങ്ങളിൽ നിന്നും കോടമഞ്ഞിൻ കൂട്ടങ്ങൾ താഴ്വരയെ തഴുകിക്കൊണ്ട് പുഴയുടെ മുകളിലൂടെ ഒഴുകിപ്പോകുന്ന നയനാനന്ദകരമായ കാഴ്ച. റോഡരിയിലെ ചായക്കടയിൽ നിന്നും ഓരോ ചായയും ഒരു സെൽഫിയും. വീണ്ടും യാത്ര. കാളവണ്ടിയെ മറികടന്ന ആത്മവിശ്വാസത്തിൽ ആനവണ്ടിയെ മറികടക്കാനുള്ള അൻസാറിൻ്റെ ശ്രമം ഏതായാലും വിജയിച്ചു. ആകാശഭംഗിയിൽ ശ്രദ്ധ മാറിയ അൻസാറിനെ ശാസിക്കുകയാണ് രമേശൻ. വണ്ടി നിർത്തി കണ്ണുകൾക്ക് വിരുന്നു നൽകി ഒരു സെൽഫിയും എടുത്ത് വീണ്ടും യാത്ര.
കേരള അതിർത്തിയായ ആനക്കട്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണിത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാടാണ്. നേരെ എത്തിച്ചേർന്നത് മേട്ടുപ്പാളയം ടൗണിലേക്കാണ്. ടൗണിൽ മേൽപ്പാലം പണി നടക്കുന്നതിനാൽ കുറച്ചു കറങ്ങി മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനടുത്തുകൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഇതാണ് മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടിയിലേക്ക് അതിമനോഹരമായ ട്രെയിൻ യാത്ര നടത്തിത്തരുന്ന പുഷ്പുൾ ട്രെയിൻ. ഞങ്ങൾ മേട്ടുപ്പാളയത്ത് നിന്നും കോതഗിരി റോഡിലേക്ക് തിരിഞ്ഞു. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഇനി പൂർണ്ണമായും കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഇവിടെ നിന്നും 32 കിലോമീറ്ററുള്ള കോത്തഗിരിയിലേക്കാണ് ഞങ്ങൾക്ക് ആദ്യം എത്തേണ്ടത്. കാടിനുള്ളിലേക്ക് പ്രവേശിക്കും മുമ്പ് ഉച്ചഭക്ഷണത്തിനായി ഞങ്ങൾ വണ്ടി നിർത്തി. ഞങ്ങൾ പുലർച്ചെ 4:30 മണിക്ക് നാട്ടിൽ നിന്നും പുറപ്പെടുമ്പോഴേക്കും നല്ല കോഴിക്കറിയും നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതുമൊക്കെ പാവം അൻസാർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പ്ലാസ്റ്റിക് നിരോധനം കർശനമാക്കിയതിനാൽ ഞങ്ങൾക്ക് പ്ലേറ്റ് വാങ്ങാൻ കിട്ടിയിട്ടില്ല. അൻസാർ കരുതി വെച്ച കുറച്ച് കറിപ്പാത്രവും അതുപോലെ തന്നെ തട്ടുകളിലൊക്കെയാണ് മുതൽ കോടനാട് വരെ ദൃശ്യചാരുതയേകുന്ന തേയിലത്തോട്ടങ്ങളാണ്. ആ മലമുകളിലേക്ക് നോക്കൂ, വെണ്ണക്കുടം പൊട്ടിയതുപോലുണ്ട്.
അതിസുന്ദരമായ തേയിലത്തോട്ടം ബാക്ക്ഗ്രൗണ്ടാക്കി ഹസീബായി രമേശേട്ടനെ കൊണ്ട് സിംഗിൾ അടിപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ നോക്കി നിൽക്കെ മലമുകളിൽ നിന്നും കോടമഞ്ഞ് തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങി വരുന്നത് കാണാം. ഒന്ന് കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ തന്നെ അവ അടുത്ത കാറ്റിനോടൊപ്പം പെട്ടെന്ന് മാഞ്ഞു മറയുന്നതും കാണാം. ഇവിടെ മുതൽ കോടനാട് വ്യൂ പോയിന്റ് വരെ വിശാലമായി പരന്നു കിടക്കുന്ന 2000-ഓളം ഏക്കർ വരുന്ന തേയിലത്തോട്ടമാണ് കോടനാട് എസ്റ്റേറ്റ്. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടേതാണ് ഈ എസ്റ്റേറ്റ്. എസ്റ്റേറ്റിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണിത്. ചെടികളും പൂക്കളും കൊണ്ടാണ് എസ്റ്റേറ്റിന്റെ മതിൽ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ദീർഘമായ യാത്രയ്ക്കൊടുവിൽ പ്രകൃതി മനുഷ്യന് കളിവിരുന്നൊരുക്കിത്തരുന്ന ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കോടനാട് വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മുകളിലത്തെ വ്യൂ പോയിന്റിൽ നിന്നുള്ള ആദ്യ കാഴ്ചകളാണിത്. എന്തപ്പോ പറയാ കൂട്ടരെ, അതിശയം തന്നെ. ശരിക്കും കണ്ണ് കുളിർക്കുന്ന കാഴ്ച. പ്രകൃതി ഒരുക്കിയ വർണ്ണക്കൂട്ടുകൾ കൊണ്ട് വിശ്വശില്പി വരച്ച ഒരു എണ്ണച്ചായ ചിത്രം പോലെയുണ്ട്. അതിലേറെ എന്താ പറയുക. ഇനി നമുക്ക് താഴെയുള്ള വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. ദാ ഞൊടിയിട കൊണ്ട് താഴ്വരയിൽ കോടമഞ്ഞ് പരന്നു കഴിഞ്ഞു. മുകളിലത്തെ വ്യൂ പോയിന്റിനേക്കാൾ മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്നത് ഈ താഴെ നിന്ന് തന്നെയാണ്. ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളിൽ കൂടുതലും മലയാളികളാണെന്ന് തോന്നുന്നുണ്ട്. ആകാശവും ഭൂമിയും പരസ്പരം വാരിപ്പുണരുന്ന അതിമനോഹരമായ കാഴ്ച. നോക്കൂ, ദൂരെ ആ കാണുന്ന തടാകത്തിൽ നിന്നും ഉത്ഭവിച്ച് ഒരു പച്ച വര പോലെ മലയടിവാരത്തിലൂടെ കാട്ടിലൂടെ ഒഴുകി ജനവാസ കേന്ദ്രത്തിലെത്തി അവർക്ക് കൃഷിക്കും ജലസേചനത്തിനും വെള്ളം നൽകി അതാ താഴോട്ടൊഴുകിപ്പോകുന്ന നദിയുടെ മനോഹരമായ കാഴ്ച. ചതുരങ്ങൾ വരച്ച് പല നിറങ്ങൾ കൊടുത്തതുപോലെ ദൂരെ ആ കാണുന്നത് കൃഷിയിടങ്ങളും അതുപോലെ തന്നെ വീടുകളുമാണ്. ശരിക്കും നമ്മൾ കടപ്പുറത്തിരുന്ന് കൈകൾ കൊണ്ട് മണൽക്കൂനകൾ ഉണ്ടാക്കിയിട്ടതുപോലെ തോന്നുന്നില്ലേ ദൂരെ ആ കാണുന്ന പർവ്വതങ്ങൾ കണ്ടിട്ട്? പ്രിയമുള്ളവരെ, കണ്ണിനും കരളിനും കുളിരു പകരുന്ന കാഴ്ചകളാണ് കോടനാടിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രകൃതിയോടിണങ്ങി പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നുള്ള ഒരു യാത്രയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇതുവഴി ഒന്ന് വന്നു നോക്കുക.
ജീവിതാവസാനം വരെ മറക്കാനാവാത്ത ഒരനുഭവമായിരിക്കും അത്, തീർച്ച. ഞങ്ങൾ മടങ്ങുകയാണ്, ഇനിയും വരുമെന്നുറപ്പിച്ചുകൊണ്ട്.